ഇങ്ങനൊരു വിവരം അറിഞ്ഞിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. മറ്റൊന്നുമല്ല, ഈ അടുത്ത് 2 കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തത്. ഒന്ന് പിന്നെ വൈറലായ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ലേ. അധ്യാപകരുടെ മോശമായിട്ടുള്ള പെരുമാറ്റവും പ്രവൃത്തിയും ഒക്കെ കൊണ്ടൊരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. അപ്പം അടുത്ത് തന്നെ മറ്റൊരു ആത്മഹത്യ കൂടി നടന്നു. അത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. ഓക്കെ, അതിൻ്റെ കാരണം ഡിവിഷൻ മാറ്റിയത് കൊണ്ടുള്ള മനോവിഷമമാണ്. സത്യത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് സില്ലിയായിട്ടൊക്കെ തോന്നാം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ശരിക്കും ആരാ അല്ലെ? സ്വന്തം കുഞ്ഞിനെ എല്ലാ രീതിയിലും നമുക്കറിയാം എന്ന് വിചാരിക്കുന്നു. വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടോ ഭക്ഷണവും വസ്ത്രവും കൊടുത്തുകൊണ്ടോ സംരക്ഷണം കൊടുത്തുകൊണ്ടോ മാത്രമായോ? മാനസികമായിട്ടുള്ള സപ്പോർട്ടിന്, മെൻ്റൽ ഫിറ്റ്നസ്സിന്, അതിനും കൂടി നമ്മളൊരു വഴി കണ്ടെത്തിയപ്പോൾ എപ്പോഴാണ് ആ കുഞ്ഞുങ്ങളുടെ ആംഗിൾ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സില്ലിയായിട്ട് തോന്നും, പക്ഷെ ആ വിഷമം അവർക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ലായിരിക്കാം. അപ്പോൾ എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ കുഞ്ഞുങ്ങളല്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ അവരുടെ മാനസികാവസ്ഥയും കൂടി, അവരെല്ലാവരും ഓക്കെ അല്ലേ, ഒന്ന് ഹാപ്പി അല്ലേ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുക. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും, ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ ഒരു വർക്ക് പാഷനായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു വിദ്യാർത്ഥിയെ ആത്മഹത്യക്ക് നയിക്കാൻ സാധിക്കില്ല. അപ്പോൾ രക്ഷിതാക്കളും ടീച്ചേഴ്സും നമ്മുടെ സമൂഹമൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ജീവിക്കട്ടെ.